ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തെറ്റിദ്ധാരണകളാണ്. അപ്പം അത് ഒരുപാട് ആളുകളിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്കും ആ തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പം അത് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പറയുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സോ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ യഥാർത്ഥ പ്രശ്നം ഉയരമാണോ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം വെച്ചിട്ട്. സോ അതിൽ ഇപ്പം കല്യാൺ ചൗബെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിലിൽ നിന്ന് തന്നെ അങ്ങനെ അതായത് നോർത്ത് ഈസ്റ്റ് പ്ലേയേഴ്സിനെ പറ്റിയിട്ട് അങ്ങനെ പരാമർശം നടത്തിയില്ല എന്നൊക്കെ തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആക്ച്വലി അത് ആർട്ടിക്കിളിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഐ ഡോണ്ട് നോ എന്താണ് ഇനിയിപ്പോൾ അങ്ങനെ വലിയൊരു പ്രതിഷേധങ്ങളൊക്കെ വന്ന സമയത്ത് അത് പിൻവലിച്ചതാണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വാക്ക് വേറെ പ്രവൃത്തി വേറെ എന്നൊക്കെയുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കും ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ഒരു ആവശ്യകത ഇല്ലല്ലോ. ഇനി നമുക്കത് വിടാം, നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെയധികം ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ്. എനിക്കൊന്ന് ലോകത്തിൽ തന്നെ ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യങ്ങൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം അത്രയും ടൈപ്പ് ഓഫ് ആളുകളെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സ്പോർട്സ് എന്ന ലെവലിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ യൂത്ത് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സാഹചര്യങ്ങൾ എത്തുക, എല്ലാ സ്ഥലങ്ങളിലും എത്തിയില്ലെങ്കിലും എല്ലാ അടുത്തു നിന്നുള്ള പ്ലെയേഴ്സിന് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നീട് ഈ പറയുന്നത് പോലെ പല ഓരോ ഫിസിക്കുള്ളവർക്ക് ഓരോ തരത്തിലുള്ള എബിലിറ്റി ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക ഫിസിക്കുണ്ട്, അവർ കുറച്ച് അത്ലറ്റിക് ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി സെൻട്രൽ ഒരു മേഖലയിലുള്ള ഇന്ത്യൻസിൻ്റെ ആണെങ്കിൽ വേറെയാണ്. അതുപോലെ തന്നെ ബംഗാൾ, അതുപോലെ ബീഹാർ, ജാർഖണ്ഡൊക്കെ സൈഡ് പറഞ്ഞാൽ വേറൊരു കൈൻഡ് ഓഫ് ഫിസിക്കൊക്കെ ഉള്ളവരാണ്. അതുപോലെ പഞ്ചാബ്, രാജസ്ഥാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായിട്ടും ഹൈറ്റ് അങ്ങനത്തെ ആ ഒരു ഫിസിക്കൊക്കെ ഉള്ളവരാണ്. പിന്നെ നമുക്ക് കാശ്മീർ ആ ഒരു മേഖലയിലോട്ടൊക്കെ പോകുന്നൊരു സമയത്തറിയാം അവരും വേറൊരു ടൈപ്പ് ഓഫ് ഫിസിക്ക് ഉള്ളവരാണ്. പിന്നെ നോർത്ത് ഈസ്റ്റ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഒരു ഫിസിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാലോ. ഈവൻ നമുക്ക് പറഞ്ഞ പോലെ നീഗ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള റേസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പം സിദ്ധി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കർണാടകയിലും ഗുജറാത്തിലും വേറെ ഏതൊക്കെയോ മേഖലകളിലൊക്കെ അങ്ങനത്തെ ആളുകളും നമ്മുടെ നാട്ടിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ ഒരു ഫുട്ബോൾ ഒരു രീതിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ഒരുവിധം എല്ലാ റേസും പല റേസുകളുടെ മിക്സും ഒക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ. ഇതിൽ എന്തുകൊണ്ട് നോർത്ത് ഈസ്റ്റ് റീജിയനിൽ നിന്ന് കൂടുതൽ ഫുട്ബോളേഴ്സ് വരുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് ചിന്തിക്കണമല്ലോ. കാരണം നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് ആണ് ഇപ്പോൾ ഒരു ഹബ്ബായിട്ട് നിൽക്കുന്നത്. അവിടെ നിന്നാണ് കൂടുതൽ പ്ലേയേഴ്സിനെ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പല കോച്ചസും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം മറ്റ് പല റീജിയനിലുള്ള പ്ലേയേഴ്സും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സിൻ്റെയൊക്കെ തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് ഒരു നെസസറിയാണ്, അവർക്ക് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആകണം എന്നുള്ളത്. അതല്ലാണ്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത തരത്തിലാണ് വരുന്നത്. അങ്ങനെ അവർ ഒരു കരിയർ ഉണ്ടാക്കിയിട്ട് ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യണം എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ആ പ്ലേയേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവിടുന്ന് കൂടുതൽ പ്ലേയേഴ്സും ഒക്കെ വരുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റ് റീജിയൻ ഇപ്പോൾ നമ്മുടെ മേഖലയിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും വേറെ ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ പ്ലേയേഴ്സിൻ്റെ കുറ്റമായിട്ട് പറയല്ല, നമ്മുടെ ഒരു സൊസൈറ്റി അങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സ്പോർട്സിനേക്കാൾ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്പോർട്സിന് എത്രമേൽ വില കൽപ്പിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു ചോദ്യം നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനത്തെ സാഹചര്യത്തിൽ പോലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഫുട്ബോളേഴ്സിൻ്റെ കാര്യമുണ്ടല്ലോ, ഹൈ ലെവലിലെത്തിയ ഫുട്ബോളേഴ്സ്, അപ്പം അവർ ആ രീതിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടാണ് അവർക്കൊരു സക്സസ് കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലൈം ലൈറ്റിലോട്ടൊക്കെ വരാൻ സാധിച്ചത്, പെർഫോം ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഇനി ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് നോർത്ത് ഈസ്റ്റിൽ തന്നെ മണിപ്പൂർ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ കൂടുതൽ പ്ലേയേഴ്സ്. നമ്മുടെ ISL ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് മണിപ്പൂരിൽ നിന്നുള്ള പ്ലേയേഴ്സാണ്. ഇനി അണ്ടർ-17 വേൾഡ് കപ്പ് 2017 നോക്കിക്കഴിഞ്ഞാൽ ആ ടീമിൽ 8-9 മണിപ്പൂരി പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ ക്ലബ്ബിൽ നോക്കിക്കഴിഞ്ഞാലും നാഷണൽ ടീമിൻ്റെ പെർസ്പെക്റ്റീവ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ മണിപ്പൂരി പ്ലേയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ അവരെയും നോർത്ത് ഈസ്റ്റ് മേഖലയിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സ് എന്ന് പറയുമ്പോഴും ഈ മണിപ്പൂരി റീജിയനിലുള്ള പ്ലേയേഴ്സ് താരതമ്യേന മറ്റ് നോർത്ത് ഈസ്റ്റ് മേഖലയിലുള്ള പ്ലേയേഴ്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു ഉയരം ഒക്കെ കൂടിയ പ്ലേയേഴ്സാണ്, അല്ലെങ്കിൽ അവരുടെ വേറെ തന്നെ ഒരു ഫിസിക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സോ അത് എത്ര പേര് അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞ ഈ സമീപകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട്
കുറച്ച് കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഇങ്ങനെ ഓരോ പ്ലേയേഴ്സിൻ്റെയും ഹൈറ്റൊക്കെ അത് ഞാൻ വിക്കിപീഡിയയും അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഓരോ പ്ലേയേഴ്സിൻ്റെ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ളൊരു ഡാറ്റയൊക്കെ എടുക്കുന്നത്. അവിടെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹോമിപ്പാമിൻ്റെ ഹൈറ്റ് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ മാർക്കറ്റിലും അതുപോലെ വിക്കിപീഡിയയിലും ഒക്കെ 6 ആണ് കാണിക്കുന്നത്. പക്ഷേ 6 ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇത് ഞാനും ഹോമിപ്പാമുമായിട്ട് എടുത്തിട്ടുള്ളൊരു പിക്കാണ്. അപ്പം എൻ്റെ ഒരു ഹൈറ്റ് 5'11" 6 ഇടയ്ക്കോ മറ്റോ ആണ് നിൽക്കുന്നത്. കൃത്യമായിട്ട് 6 അടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിനൊക്കെ കുറച്ച് ഹൈറ്റ് ഹോമിപ്പാമിന് കുറവായിട്ട് സാധിക്കും. അപ്പം 6 അടി എന്ന് പറയുന്നത് ശരിയാകാൻ സാധ്യതയില്ല. മിക്കവാറും ഒരു 5'10", 5'11" ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് സന്ദീപ് സിംഗുമായിട്ട് ഉള്ള ഈ ഒരു ഫോട്ടോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും, എന്നെക്കാൾ കുറച്ച് ഷോർട്ടാണ്. സോ സന്ദീപ് സിംഗിൻ്റെ ഹൈറ്റ് കാണിക്കുന്ന 5'11" ഞാൻ പറഞ്ഞ പോലെ 5'11" ആകാനുള്ള സാധ്യത അവിടെയും കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ റിയലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കണക്കുകൾ, ഇപ്പം ജീക്സൺ സിംഗ് 6'2" ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹൈറ്റ്. ഇന്ത്യയിൽ തന്നെ ഇപ്പം ഫീൽഡ് പ്ലേയേഴ്സിൽ, അതായത് ഗോൾ കീപ്പേഴ്സ് അല്ലാത്ത പ്ലേയേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള പ്ലേയേഴ്സിൽ ഒരാൾ തന്നെയാണ് ജീക്സൺ സിംഗ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അതുപോലെ ചിങ്ലൻ സന സിംഗ് 6'1" ആണ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്. അതുപോലെ ബികാഷ് ഹിംനാം 6 ആണ്. അതുപോലെ മഹേഷ് സിംഗിൻ്റെ ഹൈറ്റ് 5'9" ആണ്. അതുപോലെ ബികാഷ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ പോയ പ്ലെയർ 5'10" ആണ്. റോഷൻ സിംഗ് 5'8" ആണ്. യൊഹിംബ മീറ്റെ 5'9" ആണ്. അപ്പം പൊതുവെ മണിപ്പൂരി പ്ലേയേഴ്സ് ഇപ്പം ഏതാണ്ട് നമ്മളെയൊക്കെ റീജിയനിലുള്ള പ്ലേയേഴ്സിനെ പോലെയൊക്കെ തന്നെ ഹൈറ്റുള്ള ചില പ്ലേയേഴ്സ്, അതിനേക്കാൾ കൂടുതൽ ഹൈറ്റുള്ള പ്ലേയേഴ്സൊക്കെ വരുന്ന റീജിയനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മണിപ്പൂരി പ്ലേയേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗോർമാങ്കി സിംഗ് ഒക്കെ 6 മേളിൽ ഹൈറ്റുള്ള പ്ലെയറാണ്. മിലൻ സിംഗ് 5'9" ഉള്ള പ്ലെയറാണ്. അതുപോലെ പണ്ടത്തെ സുശീൽ കുമാർ ഫോർവേഡായിട്ടൊക്കെ കളിച്ച സുശീൽ കുമാർ സിംഗ്, പുള്ളി ഏതാണ്ട് 5'10" ഒക്കെ വരുന്നൊരു പ്ലെയറാണ്. സോ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നോർമൽ ഹൈറ്റ് തന്നെ ഉള്ള പ്ലേയേഴ്സ് ആണ് മണിപ്പൂരിൽ നിന്നും വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് ബോബ് ഹൂട്ടൻ 2006-11 സമയത്തൊക്കെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്ന ആളാണ്. അദ്ദേഹം 2011 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയെ കളിപ്പിക്കാൻ കൊണ്ടുപോയ സമയത്തൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഹൈറ്റ് താരതമ്യേന മറ്റ് രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് കുറവായിരുന്നു എന്നുള്ളത്. അന്നത്തെ നമ്മുടെ ഒരു ആവറേജ് ടീമിൻ്റെ ഹൈറ്റ് 5'7" ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിയുന്നൊരു സമയത്ത് അതിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മളുടെ ടീമിൻ്റെ ആവറേജ് ഹൈറ്റ് 5'10" ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജൻറ്റീനയുടെ ആവറേജ് ഹൈറ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അവരുടെ ആവറേജ് ഹൈറ്റ് വരുന്നത് 5'10" തന്നെയാണ്. സോ ദി പോയിന്റ് ഈസ്, ഒരുപാട് പേര് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ് വന്നിരുന്ന ഹൈറ്റുള്ള പ്ലേയേഴ്സ് അഡ്വാൻറ്റേജ്, ഉറപ്പായിട്ടും അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇത് പറഞ്ഞാൽ ഈ ഒരു നാച്ചുറലായിട്ട് എല്ലാ മേഖലയിലും ഈ പറഞ്ഞ പോലെ ഗ്രാസ് റൂട്ടിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റിയും അതുപോലെ ഫിസിക്കും ഒക്കെ പ്ലേയേഴ്സ് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പായിട്ട് വരും. അത് പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും നമ്മുടെ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റിനൊക്കെ ഒരു വ്യാപനം ഉണ്ടാകുമ്പം അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ ഇന്ന മേഖല, ഇപ്പോൾ കൊൽക്കത്ത, ഗോവ, കേരള, നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ ഉള്ളത് മാറ്റി എല്ലാ മേഖലയിൽ നിന്നും പ്ലേയേഴ്സ് വരികയും അത് ഇന്ത്യൻ ഫുട്ബോളിന് വലിയ രീതിയിലുള്ള ബൂം ഉണ്ടാക്കും, അതിനൊരു പോപ്പുലാരിറ്റി ഉണ്ടാകുന്നൊരു സാഹചര്യത്തിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ സ്പ്രെഡ് ചെയ്യാം എന്നുള്ളതും അപ്പോൾ നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വളർച്ചയൊക്കെയാണ് ഒരു നമുക്ക് എയിമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉണ്ടാകും തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി.